ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഡിജിറ്റൽ മല്ലു. എൻ്റെ പേര് അഖിൽ. ഞാൻ നിങ്ങളുടെ മുന്നിൽ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നു മുതൽ ഞാൻ നിങ്ങൾക്ക് ഡെയിലി 2 ജോബ് അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കും. നിങ്ങളിവിടെ 10ാം ക്ലാസ് ആയാലും +2 ആയാലും ഡിഗ്രി ആയാലും യാതൊരുവിധ പ്രശ്നവുമില്ല. ഏതൊരാൾക്കും നമുക്ക് ഇവിടെ ജോലി വേക്കൻസി ലഭിക്കുന്നതാണ്. എൻ്റെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഞാൻ ഒരുപാട് ജോലി വേക്കൻസികൾ നിങ്ങൾക്ക് തരുന്നതാണ്. ഇവിടെ ഈ ഡിജിറ്റൽ മല്ലു എന്ന ഈ ചാനൽ ഡെയിലി 2 ജോബ് അപ്ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് തരും. രാവിലെ 11 മണിക്ക് ഒരു ജോബ് അപ്ഡേറ്റ്, രണ്ടാമത്തെ വേക്കൻസി ഞാൻ പറയുന്നത് വൈകിട്ട് 8 മണിക്കുമാണ് നിങ്ങൾക്ക് ജോബ് അപ്ഡേറ്റ് വരുന്നത്. നിങ്ങൾ ഇവിടെ എൻ്റെ വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എത്താൻ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് വയ്ക്കുക. കാരണം ആദ്യം തന്നെ നിങ്ങളിലേക്ക് എൻ്റെ ജോലി എത്താൻ നിങ്ങൾക്ക് ഇത് സഹായകമാകും. ഇന്നത്തെ ഈ വീഡിയോയിൽ 2025 ആധാർ സൂപ്പർവൈസർ എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വന്നിരിക്കുന്നത്. ആധാർ വകുപ്പ് പുറത്തിറക്കിയ പുതിയ നിയമനങ്ങളെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൽ നിയമന പൂർണ്ണ വിജ്ഞാപനവും അപേക്ഷിക്കാനുള്ള ഡേറ്റും അപേക്ഷിക്കാനുള്ള ലിങ്കും ഇതെല്ലാം ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ ഓരോന്നോരോന്നായി പറഞ്ഞുതരാം. ഈ വീഡിയോയിൽ A to Z കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എങ്ങനെയാണ്, ഇതിൽ ഓൺലൈനിൽ അപ്ലൈ ചെയ്യുന്നത്, ഇതിൻ്റെ പോസ്റ്റ് എങ്ങനെയാണ്, ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള പൂർണ്ണമായ വിവരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ്. വീഡിയോ ഒട്ടും തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ കാണണം. കാരണം നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാൻ അത് നിങ്ങൾക്ക് സഹായിക്കും. ഈ നിയമനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഒരു തരത്തിലുള്ള പരീക്ഷയോ അഭിമുഖമോ യോഗ്യതയോ ഒന്നും തന്നെ ഇല്ല. ഒരു തരത്തിലുള്ള പരീക്ഷയോ അഭിമുഖമോ ഒന്നും തന്നെ ഇല്ല. നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുകയും അതുവഴിയാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നത്. കൂടാതെ ഡോക്യുമെന്റ് നിങ്ങളുടെ ഒരു വെരിഫിക്കേഷൻ ചെയ്യും. ഈ നിയമനം സൂപ്പർവൈസർ ഓപ്പറേറ്റർ പോസ്റ്റുകളിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ആധാർ സൂപ്പർവൈസർ പോസ്റ്റുകളിലേക്കാണ്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ളവർക്ക് നമുക്ക് ഇവിടെ അപേക്ഷിക്കാൻ സാധിക്കും. ഒരുപാട് വേക്കൻസികളുണ്ട്. കേരളത്തിൽ തന്നെ ഒരുപാട് വേക്കൻസികളുണ്ട്. ടോട്ടലായിട്ട് ഏകദേശം 600ഓളം വേക്കൻസികളുണ്ട്. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നുള്ളവർക്ക് അപേക്ഷിക്കാം. യാതൊരുവിധ പ്രശ്നവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, മൊത്തത്തിൽ 600 വേക്കൻസികളാണുള്ളത്. അപേക്ഷിക്കാൻ വേണ്ട പ്രായം കുറഞ്ഞത് 18 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. അപേക്ഷിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ഓക്കെ, നമുക്ക് ഇവര് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കിയാൽ, യോഗ്യതകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, കുറഞ്ഞത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ക്ലാസ്സിനൊപ്പം +2 പാസ്സായവർക്കും അപ്ലൈ ചെയ്യാൻ യാതൊരുവിധ പ്രശ്നവുമില്ല. കൂടാതെ നിങ്ങൾ 10ാം ക്ലാസ്സിനൊപ്പം 2 വർഷത്തെ IT പഠനം പൂർത്തിയാക്കിയവർക്കും അപേക്ഷിക്കാൻ ഒരു പ്രശ്നവുമില്ല. 10ാം ക്ലാസ്സിനൊപ്പം 3 വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ ഉള്ളവർക്കും അപേക്ഷിക്കാം. അവർ നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫൈ ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിലാണ് മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 4 ഒക്ടോബർ 2025 ആണ്. ആപ്ലിക്കേഷൻ പൂർണ്ണമായും ഓൺലൈൻ വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യാനുള്ളത്. ആപ്ലിക്കേഷൻ ഫീ പൂർണ്ണമായും സൗജന്യമാണ്. യാതൊരുവിധ പൈസയും നിങ്ങൾ കൊടുക്കേണ്ടില്ല. നിങ്ങൾ ഏത് സംസ്ഥാനത്ത് നിന്നുള്ള, ഏത് ജില്ലയിൽ നിന്നുള്ള പുരുഷന്മാരും സ്ത്രീകൾ എന്നിവരായാലും നിങ്ങൾക്ക് സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, പരീക്ഷയൊന്നും തന്നെ ഇല്ല, അഭിമുഖവും ഒന്നും തന്നെ ഇല്ല. വെറും മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇവിടെ ജോലി ലഭിക്കുന്നതാണ്. മെറിറ്റ് പ്ലസ് ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇവിടെ ജോലി ലഭിക്കുന്നതാണ്. ആവശ്യമായ രേഖകൾ ഏതൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള വിദ്യാഭ്യാസ രേഖകളാണ്. നിങ്ങൾക്ക് ഏതൊക്കെ വിദ്യാഭ്യാസ രേഖകളുണ്ടോ, +2 ഉണ്ടോ, ഡിഗ്രി ഉണ്ടോ, PG ഉണ്ടോ, BTech ഉണ്ടോ, BA ഉണ്ടോ, ഏത് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് വയ്ക്കുക. കൂടാതെ അടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജനന തീയതിയുടെ തെളിവാണ്. നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫ് വേണം. കൂടാതെ നിങ്ങളുടെ ID പ്രൂഫ് വേണം. ID പ്രൂഫ് ഏതാണ്, ആധാർ ആയാലും വോട്ടർ ID ആയാലും ഒരു തന്നെ പ്രശ്നവുമില്ല. കൂടാതെ തന്നെ അടുത്ത് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ റെസ്യൂമാണ്. നിങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള റെസ്യൂമും കൂടി നിങ്ങൾക്ക് മെൻഷൻ ചെയ്യുന്നുണ്ട്. കൂടാതെ ആധാർ സൂപ്പർവൈസറിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് നിങ്ങൾ ഓൺലൈൻ വഴി നേടേണ്ടതാണ്. ഇത് കഴിഞ്ഞത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു തരാം. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതാണ് നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നത്. ഇവിടെയാണ് ആധാർ സൂപ്പർവൈസർ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ജോബ് ഓപ്പണിംഗ് എക്സ് വരുന്നത്.
ഇവിടെയാണ് ആധാർ സൂപ്പർവൈസർ അല്ലെങ്കിൽ ഓപ്പറേഷൻ ജോബ് ഓപ്പണിംഗ് ഒക്കെ വരുന്നത്. ഇവിടെ ഏകദേശം ഇത്രയും സ്റ്റേറ്റ് ഉണ്ട്, ഇത്രയും സ്റ്റേറ്റിൽ വേക്കൻസി ഉണ്ട്. ഓക്കെ, ഇവിടെയാണ് ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ട്. എല്ലാ സ്റ്റേറ്റിലും ഇഷ്ടംപോലെ വേക്കൻസികൾ കണക്കൂട്ടി ഒരു 600 വേക്കൻസികൾ, എല്ലാ സ്റ്റേറ്റിലും വേക്കൻസികൾ കണക്കൂട്ടി ഒരു 600 വേക്കൻസികളുണ്ട്. നമുക്ക് കേരളത്തിലെ വേക്കൻസി എവിടെയും നോക്കാം. കേരളത്തിലെ വേക്കൻസി ഇവിടെ നമുക്ക് 4 സെപ്റ്റംബർ ആണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. 4 ഒക്ടോബർ വരെ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ഉള്ളൂ. നമുക്ക് അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യാം. അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസുകൾ കാര്യങ്ങളും പറയുന്നുണ്ട്. നിങ്ങൾക്ക് വിളിക്കുന്നത് ഓക്കെ ആധാർ സൂപ്പർവൈസറിൻ്റെ പോസ്റ്റാണ്. ഇവിടെ ആലപ്പുഴ, ഇടുക്കി, ആലപ്പുഴ ഒരു വേക്കൻസി, കണ്ണൂർ 2 വേക്കൻസി, ഇടുക്കി 2 വേക്കൻസി, കാസർഗോഡ് 2 വേക്കൻസി, കൊല്ലം 1 വേക്കൻസി, കോഴിക്കോട് 1 വേക്കൻസി, പാലക്കാട് 1 വേക്കൻസി, പത്തനംതിട്ട 1 വേക്കൻസി, തൃശ്ശൂർ 1 വേക്കൻസി, തിരുവനന്തപുരം 3 വേക്കൻസി, വയനാട് 2 വേക്കൻസിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ആധാർ സൂപ്പർവൈസർ ഓപ്പറേഷൻ ഡിസ്ട്രിക്ട് പോസ്റ്റാണ് വരുന്നത്. ക്വാളിഫിക്കേഷൻ 12 ആണ്, അല്ലെങ്കിൽ +2, പിന്നെ 2 ഇയർ ITI ആണ്, അല്ലെങ്കിൽ 10 + 3 ഇയർ പോളിടെക്നിക്കൽ ഡിപ്ലോമയാണ്. ഷുഡ് ഹാവ് എ ബേസിലെ കമ്പ്യൂട്ടർ സ്കിൽസ്. നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള കമ്പ്യൂട്ടർ സ്കിൽ ഉണ്ടായിരിക്കണം. സർട്ടിഫിക്കറ്റ് ഒന്നും അവർ ചോദിച്ചിട്ടില്ല. ഓക്കെ, നിങ്ങളുടെ സ്റ്റേറ്റിൽ വന്നിരിക്കുന്ന മിനിമം വേജസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ സ്റ്റേറ്റിലുള്ള മിനിമം വേജസ് നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. താഴെ കാണുന്ന അപ്ലൈ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഡേറ്റാസ് ഫിൽ ചെയ്യണം. ഇവിടെ നിങ്ങളുടെ പേര് അടിക്കണം, നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിക്കണം, നിങ്ങളുടെ ഇമെയിൽ ID അടിക്കണം, നിങ്ങളുടെ പാൻ നമ്പർ അടിക്കണം. സ്റ്റേറ്റ് ഫോർ അപ്ലൈഡ് ഫോർ, നിങ്ങൾ ഏത് സ്റ്റേറ്റ് ആണോ അവിടെ അടിക്കണം. നിങ്ങൾ കേരള. അതിനുശേഷം നിങ്ങൾ ഏത് പോസ്റ്റാണ്, ഏത് സ്ഥലത്താണ്, ഇപ്പം ട്രിവാൻഡ്രത്താണെങ്കിൽ ട്രിവാൻഡ്രം കൊടുക്കുക. സ്ഥലം ഏതാണോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഹയർ ക്വാളിഫിക്കേഷൻ, ഗ്രാജുവേഷൻ ആണോ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണോ ഏതെന്ന് മെൻഷൻ ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ എക്സ്പീരിയൻസ് മെൻഷൻ ചെയ്യണം. നിങ്ങൾ എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഇനി നിങ്ങൾക്ക് റെസിഡൻസ് സ്റ്റേറ്റ് കൊടുക്കണം, നിങ്ങൾ ഏത് സ്ഥലത്താണെന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യണം. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലുള്ളതാണെന്ന് നിങ്ങൾ സ്റ്റേറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഏത് സ്റ്റേറ്റ് ആണെന്ന് മെൻഷൻ ചെയ്യണം. കേരള ആണെങ്കിൽ നിങ്ങൾ കേരളത്തിലെ ഏത് സ്റ്റേറ്റ് ആണെന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ ആധാർ സൂപ്പർവൈസർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അത് നിങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. സൂപ്പർവൈസർ ആവാൻ വലിയ പാടൊന്നുമില്ല. UDID NCLT പോർട്ടൽ രജിസ്റ്റർ ചെയ്താൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ആധാർ സൂപ്പർവൈസർ ആൻഡ് ഓപ്പറേഷൻ്റെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ ഈ ജോലി നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും ഇവിടെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം എങ്ങനെയാണ് വരുന്നതെന്നും ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഇതിന് അപേക്ഷ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് എങ്ങനെയാണ് അപേക്ഷിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് വഴി രേഖപ്പെടുത്താവുന്നതാണ്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് എത്തുന്ന വ്യക്തികളാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എനിക്ക് ഹൈപ്പ് ചെയ്യുക. ഇതുപോലെ തന്നെ ഒട്ടനേകം ഗവൺമെൻറ് ജോലീസും വർക്ക് ഫ്രം ഹോം റിലേറ്റഡ് ആയിട്ടുള്ള ജോലീസും കോൺട്രാക്ട് ബേസ്ഡ് ജോലീസും എല്ലാം നമ്മുടെ ഈ ചാനൽ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡെയിലി ഞാൻ 2 വീഡിയോസിലും രാവിലെ 11 മണിക്കും വൈകിട്ട് 8 മണിക്കുമായിട്ട് നിങ്ങൾക്ക് ഡെയിലി ഞാൻ ഗവൺമെൻറ് ജോലി അപ്ഡേറ്റ്സ് തരും. നിങ്ങൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനലിലെ ബെല്ലൈക്കൺ എനേബിൾ ആക്കി വെക്കുക. കാരണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടാനും ഒരു ജോലി നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയാൻ ഇത് വളരെയധികം സഹായിക്കും. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.